ബീഹാറിൽ ബി.ജെ.പിക്ക് 74 സീറ്റ് നൽകിയത് SCRലെ ക്രമക്കേടുകളാണെന്ന് വീണ്ടും വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അശാസ്ത്രീയമായ നിലപാടുകളാണ് ഇവിടെ കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും അടിവേരിളക്കിയതെന്ന് തറപ്പിച്ചു തന്നെ പറയാം. ഫലം വന്ന് 4 ദിവസം പിന്നിടുമ്പോൾ കണക്കുകൾ ഒന്നൊന്നായി പുറത്തു വരുമ്പോഴാണ് ഈ ചതിയുടെ കഥ വ്യക്തമാകുന്നത്. ആദ്യം വോട്ടർ പട്ടികയിൽ നിന്ന് ലക്ഷങ്ങളെ അപ്രത്യക്ഷമാക്കുന്നു. ഇതോടെ ഇന്ത്യ മുന്നണിയുടെ വോട്ട് ബാങ്കാണ് കുത്തൊഴുക്കിൽപ്പെട്ട പോലെ ഒലിച്ചുപോയത്. പട്ടികയിൽ നിന്ന് നീക്കിയവരിൽ പലരും ബീഹാറിന് പുറത്ത് ജോലി ചെയ്യുന്നവരാണ്. വോട്ട് ചെയ്യാനെത്തിയ പല പൗരന്മാരും തങ്ങളുടെ പേര് പട്ടികയിൽ ഇല്ല എന്നറിഞ്ഞത് ബൂത്തിലെത്തിയപ്പോൾ മാത്രമാണ്. ഇവരിൽ പലരും അക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത ദളിത്, മുസ്ലിം, ഗ്രാമീണരാണ് എന്നതാണ് വാസ്തവം. RJD സ്ഥിരമായി ജയിക്കുന്ന മണ്ഡലങ്ങളിൽ ഉള്ളവരാണ് ഈ ഗ്രാമീണർ. ആ വോട്ട് ബാങ്ക് BJPക്കൊപ്പം നിർത്തിയതോടെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് ഒലിച്ചുപോയത് 1ഉം 2ഉം സീറ്റല്ല, 74 സീറ്റുകളാണ്. ലിസ്റ്റിൽ ഇല്ലാത്തവരിൽ ചിലർ രേഖകൾ സമർപ്പിച്ച് അവസാനവട്ടം ലിസ്റ്റിൽ കയറി പറ്റാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ രേഖകൾ കമ്മീഷന് ബോധ്യപ്പെടുന്നില്ല. പിന്നാലെ ലക്ഷക്കണക്കിന് പേർ പട്ടികയിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. എന്തുകൊണ്ടാണ് 2002-ൽ വോട്ട് ചെയ്തവരും 2024-ൽ വോട്ട് ചെയ്തവരും പട്ടികയിൽ നിന്ന് പുറത്തായത് എന്ന ചോദ്യം ശക്തമായി ഉയർന്നു കഴിഞ്ഞു. BLO വഴി സമർപ്പിച്ച രേഖകൾ ശരിയല്ല എന്ന് ഏതോ ഉദ്യോഗസ്ഥൻ തീരുമാനിക്കുകയാണ്. എന്തുകൊണ്ട് ശരിയല്ല എന്ന മറുപടി പക്ഷേ ആരും പറയുന്നില്ല. വിവാദങ്ങൾ കത്തി നിൽക്കുമ്പോൾ മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിലവിലെ കമ്മീഷനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത വീണ്ടും ചോദ്യം ചെയ്ത് രംഗത്ത് വന്നത് മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ SY ഖുറേഷി ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കമ്മീഷന്റെ വിശ്വാസ്യത ഗണ്യമായി ഇടിഞ്ഞുവെന്ന് അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ വിവാദങ്ങൾ, നിയമന പ്രക്രിയയിലെ പോരായ്മകൾ, രാഹുൽ ഗാന്ധിയുടെ വോട്ട് മോഷണ ആരോപണങ്ങൾക്കെതിരായ അനാവശ്യ കർക്കശ പ്രതികരണം തുടങ്ങിയവയിൽ കമ്മീഷൻ ആത്മപരിശോധന നടത്തണമെന്നാണ് ഖുറേഷി ആവശ്യപ്പെട്ടത്. ഇത് ആദ്യമായിട്ടല്ല ഖുറേഷി കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. നേരത്തെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന കേന്ദ്ര സർക്കാരിന്റെ സ്വപ്ന പദ്ധതിക്കെതിരെ ഖുറേഷി രംഗത്ത് വന്നത് നമ്മൾ കണ്ടു. ഒരേ സമയം ലോക്സഭ, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്താൻ കഴിയില്ലെന്നാണ് ഖുറേഷി പറയുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ തെരഞ്ഞെടുപ്പുകൾക്കിടയിലാണ് റീസൈക്കിൾ ചെയ്യുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലും ഇതേ മെഷീനുകളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ എല്ലാ തിരഞ്ഞെടുപ്പുകളും ഒരേ സമയത്താണ് നടക്കുന്നതെങ്കിൽ അതിന്റെ 3 ഇരട്ടി മെഷീനുകൾ വേണം. ഇത് നിർമ്മിക്കാൻ കുറച്ച് സമയമെടുക്കും. ഒരേ സമയം ലോക്സഭ, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകൾക്ക് കുറഞ്ഞത് 2-3 വർഷമെങ്കിലും വേണ്ടിവരുമെന്നും SY ഖുറേഷി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2010-നും 2012-നും ഇടയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നു SY ഖുറേഷി. 1951-നും 1967-നും ഇടയിൽ ഇന്ത്യയിൽ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തിയിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് അത് മാറിയത്? ചില അസംബ്ലികൾ നേരത്തെ പിരിച്ചുവിട്ടു, അല്ലെങ്കിൽ ചില സംസ്ഥാനങ്ങളിൽ വ്യക്തമായ ഭൂരിപക്ഷം നേടാനായില്ല. അങ്ങനെ ഒടുവിൽ സംസ്ഥാനങ്ങൾ വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോയി. 6 മാസത്തിൽ കൂടുതൽ അവർക്ക് കാത്തിരിക്കാനാവില്ല. ലോക്സഭയിലും ഇതേ അവസ്ഥയാണ് ഉണ്ടായത്. ഈ ആശയം സംസ്ഥാനങ്ങൾ നന്നായി കൈകാര്യം ചെയ്യുന്ന സമയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പാർട്ടിക്കും കേന്ദ്രത്തിൽ വ്യക്തമായ ജനവിധി ലഭിച്ചില്ല. ഭാവിയിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഇത് എങ്ങനെ നേരിടാനാകും എന്നും ഖുറേഷി ചോദിക്കുന്നുണ്ട്.